Hi everyone, welcome back to my channel. I'm so happy to be here for the second session. ചിലപ്പോൾ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ടാവും, സോ ഐ ജസ്റ്റ് റിപ്പീറ്റ് മൈ നെയിം ഇസ് കൃഷ്ണകുമാർ. ലൈഫ് ചേഞ്ചിങ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ ഇൻവോൾവ് ആണ്. ബേസിക്കലി ഐ എം എ മെക്കാനിക്കൽ എഞ്ചിനീയർ. ഓക്കെ, സോ കഴിഞ്ഞ ഫസ്റ്റ് സെഷൻ ആക്ച്വലി പ്രയറിനെ പറ്റിയിട്ടായിരുന്നു. അന്ന് I was so excited because it was my first session. So I had many views, many people subscribed, and I had lot of comments also. നല്ലതും റെക്ടിഫൈ ചെയ്യാനുള്ളത്. നല്ലത് കുറേ പേര് തന്നു, റെക്ടിഫൈ ചെയ്യാനുള്ളൊരു തന്നു. രണ്ടുപേർക്കും നന്ദി പറയുക. കാരണം രണ്ടുപേരും എനിക്ക് പ്രചോദനം തരുന്നുണ്ട്. കാരണം റെക്ടിഫൈ ചെയ്യുന്നവർ കറക്റ്റായിട്ട് വാച്ച് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവരത് പറഞ്ഞല്ലോ, പിന്നെ ഓരോ കാര്യങ്ങൾ മാറണം. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നോയ്സ് കുറച്ച് ഡിസ്റ്റർബൻസ് ആയിരുന്നു. കാരണം സ്പീക്കർ മൈക്ക് നമ്മൾ മൊബൈലിൻ്റെ മൈക്കാണ് യൂസ് ചെയ്തത്. നൗ വി ഹാവ് റെക്ടിഫൈഡ് ഇറ്റ്. സോ ഐ തിങ്ക് ദിസ് സെഷൻ വിൽ ബി an exciting session for you all. Let us pray to God. നമുക്ക് ദൈവത്തിലോട്ട് പറയാം. നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്, പറയാനുള്ള കഴിവും മനസ്സിലാക്കാനുള്ള കഴിവും ഇരിക്കും. നിങ്ങൾക്ക് കേൾക്കാനുള്ള കഴിവും ദൈവം തരട്ടെ. ബിക്കോസ് ദർ ഈസ് എ യൂണിവേഴ്സൽ പവർ മുകളിൽ നമുക്ക് ആശീർവാദം തരാതെ ഒരു കാര്യം തുടങ്ങുന്നതിൽ അർത്ഥമില്ല. ഓക്കെ, സോ ടുഡേ ഐ തിങ്ക് ഐ ക്യാൻ ചേഞ്ച് I want to change the topic. Importance of attitude, മനോഭാവം വലിയൊരു ഫാക്ടറാണ് നമ്മുടെ ജീവിതത്തിൽ. മനോഭാവത്തിൻ്റെ ഇമ്പോർട്ടൻസ് എപ്പോഴും നമ്മളെങ്ങനെ കാണുന്നു, നമ്മളെങ്ങനെ പ്രതികരിക്കുന്നു, നമ്മളെങ്ങനെ അത് തോട്ട്ഫുള്ളായിട്ട് എടുക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വ്യക്തി, ഒരു ആള് ബലൂൺ സെല് ചെയ്യുന്ന ഒരാളായിരുന്നു. അദ്ദേഹം എപ്പോഴും സ്ട്രീറ്റ്സിൽ പോയിട്ട് പല കളറിലുള്ള ബലൂണും വിൽക്കുന്ന ആളാണ്. ഒരു ചെറിയ സ്റ്റോറിയിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അദ്ദേഹം ആക്ച്വലി പല കളറിലുള്ള ബലൂൺസ്, ഓറഞ്ച്, പച്ച, നീല, റെഡ്, ഇങ്ങനത്തെ ഓറഞ്ചൊക്കെയാണ് വിൽക്കുന്നത്. ചില സമയത്ത് അദ്ദേഹത്തിൻ്റെ വിൽപ്പന കുറച്ച് കുറയാറുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും അറിയോ? അദ്ദേഹം ഹീലിയം നിറയ്ക്കും ആ ബലൂണിൽ. എന്നിട്ട് അത് ആകാശത്തേക്ക് പറത്തി വിടും. കുട്ടികളെല്ലാം ദൂരത്തുനിന്ന് കാണും ഈ ബലൂൺ പറന്നു പോകുന്നത്. അപ്പോൾ കുട്ടികളെല്ലാം അവിടെ ഗ്യാദർ ചെയ്യും ഈ ഓരോ ബലൂൺ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയാൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തിരുന്നു. ഇടയ്ക്ക് സെയിൽസ് കുറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിദ്യ ഇതായിരുന്നു, ഹീലിയം നിറച്ചിട്ട് അത് ആകാശത്തേക്ക് വിടും. അങ്ങനെ ഒരു പ്രാവശ്യം നിൽക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം, ഒരു ചെറിയ കുട്ടി അദ്ദേഹത്തിൻ്റെ കോട്ട് പിടിച്ച് വലിക്കുന്നു. അപ്പോൾ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ ഒരു കുട്ടി അവിടെ നിൽക്കുന്നു. അപ്പോൾ കുട്ടിക്ക് ഒരു ചെറിയ സംശയം. കുട്ടി ചോദിച്ചത്, കുട്ടി കാണുന്നത് ഓറഞ്ചും റെഡും ബ്ലൂവും ബലൂൺസാണ്. കുട്ടി ചോദിച്ചു, ബ്ലാക്ക് ബലൂൺ ഇതുപോലെ പറക്കുമോ മുകളിലേക്ക്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം, ഇറ്റ് ഈസ് നോട്ട് ദ കളർ ഓഫ് ദ ബലൂൺ, ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് ഇൻസൈഡ്. ഉള്ളിലുള്ളതിൻ്റെയാണ് ഇമ്പോർട്ടൻസ്. അതായത് ബ്ലാക്ക് ബലൂണിലും ഹീലിയം നിറച്ചാൽ അതും പറക്കും. സോ അത് വലിയൊരു പാടാണ് ആക്ച്വലി. അതെന്താണെന്ന് മനസ്സിലാച്ചാൽ, നമ്മുടെ ഉള്ളിൽ നമ്മളെങ്ങനെ കാണുന്നു കാര്യങ്ങൾ എന്നുള്ളതിൻ്റെ ഒരു, ഐ തിങ്ക് അതിൻ്റെ മോറൽ ആക്ച്വലി അതാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പഠനം നടന്നത് കുറേ എക്സലൻ്റ് ആയിട്ടുള്ള ജോലിക്കാരുടെയും പ്രൊഫഷണൽസിൻ്റെയും. അവർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഇങ്ങനെ ജോലിക്കയറ്റവും അവർക്ക് സ്ഥാനക്കയറ്റവും ഒക്കെ കിട്ടിയപ്പോൾ അവർ സ്റ്റഡി ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായത് 85% ആറ്റിറ്റ്യൂഡാണ്, 15% നോളജും അവരുടെ കഴിവൊക്കെ ഉള്ളൂ. സോ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, നമ്മളുടെ നോളജും കഴിവും എല്ലാം ഒരാളെ ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഇറ്റ് ഈസ് ദെയർ ആറ്റിറ്റ്യൂഡ്. 85% ആറ്റിറ്റ്യൂഡാണ് കേട്ടോ. ഒരു 100% 85% ആറ്റിറ്റ്യൂഡാണ്. സോ നമ്മുടെ ആറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആറ്റിറ്റ്യൂഡ് ഡിറ്റർമിൻസ് യുവർ ആൾട്ടിറ്റ്യൂഡ്. നിങ്ങളുടെ ഉയരങ്ങളിലേക്കുള്ള യാത്രയിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ അസ് ഈസ് അവർ ആറ്റിറ്റ്യൂഡ്.
ആറ്റിറ്റ്യൂഡ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും. ആറ്റിറ്റ്യൂഡ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ നമ്മളോടുള്ള കാഴ്ചപ്പാട് തന്നെ ആൾക്കാർ മാറ്റും. ആറ്റിറ്റ്യൂഡാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഹാഫിസ് എന്ന് പറഞ്ഞ ഒരു ആഫ്രിക്കയിലുള്ള ഒരു വ്യക്തിക്ക് ഏക്കർ കണക്കിന് ലാൻഡ് ഉണ്ടായിരുന്നു. ഏക്കർ കണക്കിന് അദ്ദേഹം അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു വൈസ് മാൻ, അദ്ദേഹത്തിൻ്റെ ഒരു പരിചയമുള്ള ഒരാളാണ്, അവിടെ വന്നു. ആ വൈസ് മാൻ വീട്ടിൽ വന്ന് കുറേ സംസാരിക്കുന്ന ഇടയിൽ പറഞ്ഞു, ഡയമണ്ടിനെ പറ്റി കേട്ടിട്ടുള്ള ഒരു ഡയമണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഡയമണ്ടിൻ്റെ വില അദ്ദേഹത്തിന് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു തമ്പിലുള്ള വിലയുള്ള ഡയമണ്ട് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ സിറ്റി മുഴുവൻ വാങ്ങാം. ഒരു ഫിസ്റ്റിൽ വിലയുള്ള ഡയമണ്ട് ഉണ്ടെങ്കിൽ അദ്ദേഹം ആ കൺട്രി തന്നെ വാങ്ങാൻ പറ്റും. അത്രയും വിലപിടിപ്പുള്ളതാണ് ഡയമണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഒരുവിധം ഇങ്ങനെ ഇരുന്ന് ജീവിക്കുകയായിരുന്നു. ഹി വാസ് കണ്ടന്റ് വിത്ത് ഹിസ് ലിവിങ്. പക്ഷേ ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഇതൊന്ന് കണ്ടുപിടിക്കണമല്ലോ, അത് എവിടെയെങ്കിലും നമുക്ക് കിട്ടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഈ വൈസ് മാൻ തിരിച്ചു പോയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ലാൻഡ് മുഴുവൻ വിറ്റ് അദ്ദേഹം വേറൊരു വ്യക്തിക്ക് കൊടുത്തിട്ട് അദ്ദേഹം പല സ്ഥലങ്ങളിലേക്കും പോകാൻ ഇത് തപ്പിയിട്ട് തിരഞ്ഞിട്ട് പല സ്ഥലങ്ങളും അലഞ്ഞ് തിരിഞ്ഞ് അവസാനം അദ്ദേഹം ആകെ മടുപ്പായി, ജീവിതം മടുപ്പായി. അദ്ദേഹം സൂയിസൈഡ് ചെയ്തു എന്നാണ് കഥ. പക്ഷെ കഥ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ വൈസ് മാൻ ഈ സ്ഥലത്ത് വീണ്ടും ഒരു ദിവസം കൂടി വന്നു. അപ്പോൾ മറ്റേ ഹാഫീസിനെ ചോദിച്ചു, എവിടെ ഹാഫീസ് ചോദിച്ചപ്പോൾ, ഇല്ല ഞാൻ ഹാഫീസിൻ്റെ നിന്ന് ഞാൻ ആ സ്ഥലം വാങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പശുക്കളെയൊക്കെ പുഴയിൽ കൊണ്ടുപോയി അവിടെ പുഴയൊക്കെ ഉണ്ട്, അതൊക്കെ വൃത്തിയാക്കി പശുക്കളെ വൃത്തിയാക്കി വരുമ്പോൾ ഈ ലാൻഡിൽ നിന്ന് ഒരു സൺറൈസ് അടിച്ചിട്ട് ഒരു തിളക്കം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. അപ്പോൾ അദ്ദേഹം ഈ വൈസ് മാൻ വന്നപ്പോൾ പറഞ്ഞു, എൻ്റെ സ്ഥലത്ത് ഇങ്ങനെ തിളങ്ങുന്ന ഒരു കരിക്കട്ട പോലെ ഒരു സാധനമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വൈസ് മാൻ പറഞ്ഞു, അതാണ് ഡയമണ്ട് എന്ന് പറഞ്ഞു. ഡയമണ്ടിൻ്റെ തുടക്കം എങ്ങനെയാ വെച്ചാൽ കാർബൺ കരിക്കട്ടയാണ്, നമുക്ക് മനസ്സിലാവില്ല. ഈ കാർബൺ കരിക്കട്ട റിഫൈൻ ചെയ്ത് കഴിയുമ്പോഴാണ് ഇറ്റ് ബിക്കംസ് എ ഡയമണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ റിഫൈൻഡ് ആവുമ്പോഴാണ് നമ്മൾ ഒരു ഡയമണ്ട് പോലെയുള്ള ആൾക്കാരായിട്ട് മാറുക. റിഫൈനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതവർ ടെസ്റ്റിന് അയച്ചപ്പോൾ അവർക്ക് കൺഫേം ആയി ഇത് ഡയമണ്ട് ആണെന്ന്. ഇത് ശരിക്കും പറഞ്ഞാൽ ഹാഫിസ് ഇരുന്ന നിലം മുഴുവൻ ഡയമണ്ടിലുള്ള സ്ഥലമായിരുന്നു. പക്ഷെ ഹാഫിസിനെ നിന്ന് വാങ്ങിയ ആൾക്കാണ് ഗുണം കിട്ടിയത്. ഇതിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥലം വളരെ പ്രയോജനപ്പെടുന്ന ഒരു സ്ഥലത്തായിരിക്കും നമുക്ക് നിൽക്കുന്നത്. സോ വാട്ട് ഈസ് ദ മോറൽ ഓഫ് ദിസ് ലെസൺ? നമ്മളിപ്പോൾ ഹാഫിസിൻ്റെ കഥ പറഞ്ഞു. നമ്മൾ ആക്ച്വലി വെൻ അവർ ആറ്റിറ്റ്യൂഡ് ഈസ് റൈറ്റ്, വി ഫീൽ ആസ് ഇഫ് വി ആർ വാക്കിംഗ് ഓൺ ദി ഡയമണ്ട്സും ഓപ്പർച്യൂണിറ്റീസും ഉള്ള സ്ഥലത്തിൽ കൂടെ നമ്മൾ നടക്കുക നമുക്ക് ഫീൽ ചെയ്യും. ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ആണെങ്കിൽ എപ്പോഴും നമുക്ക് എന്താ വെച്ചാൽ അപ്പുറത്തെ സ്ഥലത്തെ ഗ്രീനറി കണ്ടിട്ട് നമ്മൾ എപ്പോഴും അത് നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയുന്ന ആൾക്കാരാണ്. പക്ഷെ അവിടെ ഉള്ളവർ ഇവിടെ ഭംഗി എന്ന് പറയുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റി വിൽ കം ആൻഡ് നോക്ക് യുവർ ഡോർ. നമുക്കത് നോയ്സ് ആയിട്ട് ഫീൽ ചെയ്യും. അതാണ് ചിലരുടെ ആറ്റിറ്റ്യൂഡ്. പക്ഷേ നല്ല ആറ്റിറ്റ്യൂഡിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അത് നോക്ക് ചെയ്യുമ്പോൾ അത് സ്വീകരിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും അവർക്കുള്ളത്. അവർക്കത് രസകരമായിട്ടുള്ള ഒരു നോക്കായിട്ടാണ് തോന്നുക. നമ്മൾ എങ്ങനെയാണ് ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഞാൻ കുറേ കാര്യങ്ങളൊന്നും പറയുന്നില്ല, കാരണം എപ്പോഴും ഞാൻ തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആവും. എല്ലാം ലൈറ്റായിട്ട് എടുത്തു കഴിഞ്ഞിട്ട് പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞ് ജീവിതത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഞാൻ പ്രയറിൻ്റെ കാര്യം പറഞ്ഞു, പ്രാർത്ഥിക്കേണ്ടത് പോസിറ്റീവാണെന്ന് പറഞ്ഞ പോലെ തന്നെ യുവർ തോട്ട്സ്, നിങ്ങളുടെ ചിന്തകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണോ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ തല എന്ന് പറയുന്നത് ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ്, ഹ്യൂമൻ ബ്രെയിൻ.
ആ ബ്രെയിനിലേക്ക് നമ്മൾ എന്തൊക്കെയാണ് ഫീഡ്ബാക്ക് കൊടുക്കുന്നത്, എന്താണ് തോട്ട്സ് കൊടുക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാവിലത്തെ പത്രവും ന്യൂസും ഇതൊക്കെ കേട്ടിട്ട് ഉള്ള എല്ലാം ഞാൻ പറയുന്നത് ചട്ടികൾ എന്ന് പറയും, അതെല്ലാം കൂടി തലയിൽ കയറ്റി കഴിഞ്ഞാൽ the product which comes out will be the same. സോ ഇതിലെല്ലാം ആറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആറ്റിറ്റ്യൂഡ് ഒക്കെ നമ്മുടെ ചിന്താരീതിയാണ്. നമ്മളെങ്ങനെയാണ് കാഴ്ചകൾ കാണുന്നത്. നല്ലൊരു മഴ പെയ്താൽ അയ്യോ എന്തൊരു മഴ എന്ന് പറയുന്നതിന് പകരം നല്ലൊരു മഴ, നല്ല സുഖം. നല്ല വെയിൽ വന്നാൽ അയ്യോ ഇന്നെനിക്ക് ജീവിക്കാൻ വയ്യ, ചൂട്ടിട്ട് വയ്യ എന്ന് പറയുന്നതിന് പകരം നല്ലൊരു ക്ലൈമറ്റ്, ഇപ്പോൾ തണുപ്പ് കഴിഞ്ഞിട്ട് ഇത് വന്നപ്പോൾ നല്ല സുഖമുണ്ട്. ഈ ആറ്റിറ്റ്യൂഡ്, ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടത് ആവശ്യമില്ലേ? നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അതല്ലേ വേണ്ടത്? അങ്ങനെയല്ലേ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്? അപ്പോൾ എൻ്റെ ഈ സെക്കൻഡ് സെഷൻ ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ആറ്റിറ്റ്യൂഡ് ഡിറ്റർമിൻസ് യുവർ ആൾട്ടിറ്റ്യൂഡ്. സോ ഫ്രണ്ട്സ്, ടേക്ക് എ ഓൾവേസ് ഐ ടെൽ ടേക്ക് എ വൈസ് ഡിസിഷൻ. എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്യാൻ കുറച്ച് താമസം എടുക്കും. നമ്മൾ ചിലപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ആളായിരിക്കില്ല. രാവിലെ ഭർത്താവ് ബൈക്ക് എടുത്ത് പോകുമ്പോൾ ഭാര്യ ഇതേത് നോക്കി പോണേ റോഡ്, അതല്ല പറയേണ്ടത്. അതൊരു വല്ലാത്തൊരു ആറ്റിറ്റ്യൂഡാണത്. സോ ടേക്ക് എ വൈസ് ഡിസിഷൻ ടു ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. ചിലപ്പോൾ മാറുന്ന ആൾക്കാരായിരിക്കും കേട്ടോ, മാറിയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. ഞാൻ അവരെ ഉപദേശിക്കുകയൊന്നുമല്ല. ഞാനും ഈ സ്റ്റെപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാനൊരു മനുഷ്യനല്ലേ, ഇടയ്ക്കൊക്കെ മാറും. പക്ഷെ ഞാൻ വീണ്ടും അത് റെക്ടിഫൈ ചെയ്യും, കറക്റ്റ് ചെയ്യും. ആറ്റിറ്റ്യൂഡ് ഒന്ന് കറക്റ്റ് ചെയ്യും, മനോഭാവം ഒന്ന് കറക്റ്റ് ചെയ്യും. സോ ഐ തിങ്ക് ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ഹിയർ ടുഡേ. ഹോപ്പ് യു ആർ ഓൾ ഹാവിങ് എ ഹാപ്പി ലൈഫ്. എല്ലാം സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഐ ലവ് യു ഓൾ. സോ ബൈ ബൈ, ടേക്ക് കെയർ.